അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. കണ്ണിൽ നിന്ന് ചോര കരയിപ്പിക്കുന്ന ദുരന്തങ്ങളുടെ ഭൂമികയായി ഗസ മാറിയിട്ട് ഇന്നേക്ക് 68 ദിവസമായി. ഒക്ടോബർ 7 ശേഷമുള്ള സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ ബൈത്തുൽ മുഖദ്ദിസിനെ, ഫിലസ്തീനിനെ, ഗസ നിവാസികളെ സ്നേഹിക്കുന്ന ഓരോ വിശ്വാസിയും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വേദന അനുഭവിച്ചു കൊണ്ടിരിക്കെ തന്നെ ഏറെ ആഹ്ലാദം നൽകുന്ന വർത്തമാനങ്ങൾ യുദ്ധമുഖത്തുനിന്ന് വരുന്നു എന്നത് അൽഹംദുലില്ലാ സന്തോഷകരമായ അനുഭവങ്ങളാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതിയുടെ ദുരന്തങ്ങൾക്ക്, ദുരന്തപ്പെയ്ത്തിന് കുറവില്ല. പക്ഷേ അതേസമയം ലോകത്ത് ആയുധ ശക്തിയിൽ 3ഓ 4ഓ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രം പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ അനുഭവങ്ങളായിട്ടുള്ളത്. അഭിഷേകമായ ഒരുപാട് വർത്തമാനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വന്നുകൊണ്ടിരുന്നു. ഹീബ്രു ഭാഷയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ പത്രങ്ങൾ വസ്തുതകളെ പച്ചക്ക് തുറന്നു പറയുന്നു എന്നതും ആ പത്രങ്ങളിലെ കോളമിസ്റ്റുകൾ തങ്ങളുടെ ആശങ്ക മടിയേതുമില്ലാതെ സമൂഹത്തോട് വിളിച്ചു പറയുന്നു എന്നതും നമുക്ക് ഒരുപാട് വിവരങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജൂത ജനത വിലപിക്കുകയാണ്. ഇസ്രായേലിലെ സയനിസ്റ്റുകൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ചരിത്രം മുൻനിർത്തി അവർ പറയുന്നു, ജൂതരാഷ്ട്രം 80 വർഷത്തിലധികം തുടരില്ല. ഇപ്പോൾ ഇസ്രായേൽ സ്ഥാപിതമായിട്ട് 75 വർഷമായി. നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം തുടച്ചു നീക്കപ്പെടും എന്ന് ആശങ്കക്കിടയില്ലാത്ത വിധം അവരുടെ മുമ്പിലുള്ള പഴയകാല ചരിത്രം വെച്ചുകൊണ്ട് അവർ പറയുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ പത്രത്തിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഹാരറ്റ്സിലെ ഇസ്രായേൽ അനലിസ്റ്റായുള്ള കോളമിസ്റ്റ്
റോജർ ആൽഫർ കഴിഞ്ഞ ദിവസം എഴുതിയത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ ഇസ്രയേൽ അതിൻ്റെ അവസാന ശ്വാസമെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്, സക്കറാത്തിൻ്റെ ഹാലിലായിരിക്കുന്നെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഇങ്ങനെയാണ്: ഇസ്രയേൽസ് ബ്രീത്തിങ് ദ ലാസ്റ്റ് ബ്രത്ത്. ഇസ്രയേൽ അതിൻ്റെ അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ രാജ്യത്തെ എന്തു ചെയ്യും അദ്ദേഹം ചോദിക്കുകയാണ്. നമുക്കിതിനെ വിൽക്കാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. നിരന്തരമായി അദ്ദേഹം കോളം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു രാജ്യം അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നല്ല, ലോകം അവരെ മാന്യന്മാരായി അംഗീകരിക്കുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതയുമായി ബന്ധപ്പെടുത്തി സകല യുദ്ധ നിയമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടത്തുന്ന അക്രമികളായിട്ട് ലോകം അവരെ മുദ്രയടിച്ചിരിക്കുന്നു. നാണം കെട്ട പിടിച്ചുപറിക്കാരായിട്ടാണ് ഇന്ന് ലോകം ഈ ഇസ്രായേൽ സമൂഹത്തെ അംഗീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മേലുള്ള അങ്ങേയറ്റ നിന്ദ്യതയും പതിത്വവുമാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്യം നിങ്ങൾ ഓർക്കുക. സൂറ ആലിമ്രാൻ 112. അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതരായ കൂട്ടരാണ്. എവിടെയായിരുന്നാലും അവരുടെ മേൽ നിന്ദ്യത മാത്രമായിരിക്കും മുദ്രണം ചെയ്തിട്ടുണ്ടാവുക. വലുരിബത്ത് അലൈഹിമുൽ മസ്കന, പതിത്വം അവരുടെ കൂടെ പിറപ്പാണ്. ഇസ്സത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു ജനതയായിരിക്കും അവരെന്ന വിശുദ്ധ ഖുർആന്റെ വർത്തമാനം ഏറെ ശരിയായിരിക്കുന്നു. എന്നല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിൽ പിന്നെയുമുണ്ട് രസകരമായ വർത്തമാനങ്ങൾ. കഴിഞ്ഞ 13-ാം തീയതി, ഈ മാസം 13-ാം തീയതി മൊസാദിന്റെ സൈനിക തലവൻ അല്ലെങ്കിൽ മൊസാദിന്റെ നേതൃത്വം ഖത്തറിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ഹമാസുമായി യുദ്ധം നിർത്താൻ ചർച്ചയ്ക്ക് വേണ്ടിയാണ് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ യുദ്ധ ക്യാബിനറ്റായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തെ തടഞ്ഞു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. കഴിഞ്ഞ 12-ാം തീയതി ഹാരിസ് പത്രത്തിൽ കൃത്യമായിട്ട് വന്ന ഒരു വാർത്ത, ഇസ്രയേൽ ഈജിപ്തിനോടും ഖത്തറിനോടും യുദ്ധം നിർത്താൻ റിക്വസ്റ്റ് ചെയ്തു എന്നാണ്. യുദ്ധം നിർത്താൻ ഇപ്പോൾ ഇസ്രയേൽ അഭ്യർത്ഥിക്കുകയാണ്. ഇസ്രയേൽ നിർത്താൻ ആരംഭിച്ചിടത്ത്, നിർത്താൻ ആഗ്രഹിച്ചിടത്ത് ഹമാസ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നല്ല, വീണ്ടും ഇന്നലത്തെ 14/12 വാർത്ത ഹാരിസിൽ വന്നിരിക്കുന്നത്, വീണ്ടും ഈജിപ്തിനെ സമീപിച്ചു, നിങ്ങളൊരു വെടിനിർത്തൽ അറേഞ്ച് ചെയ്തു തരൂ, ഞങ്ങൾക്കൊന്ന് തലയൂരണമെന്ന്. അപ്പോൾ അവിടുത്തെ മിലിറ്ററി ഫോഴ്സുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ സേന, IDF-ഉം അവിടെ രഹസ്യ അന്വേഷണ സംവിധാനം മൊസാദിന്റെ ലീഡർമാർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ നഷ്ടമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ വില നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രതിരോധ മന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അവിടെ സൈന്യങ്ങൾ നിരന്തരമായി കറുത്ത ബാഗിൽ നിറച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മുന്നോട്ട് പോയിക്കൂടാ എന്ന് യുദ്ധരംഗത്തുള്ളവർ പറയുന്നു. പക്ഷേ അധികാര കൊതിയന്മാരായ നെതന്യാഹുവും ആഭ്യന്തരമന്ത്രിയും അഥവാ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നു യുദ്ധം തുടരുമെന്ന്. ഇങ്ങനെ ഒരവസ്ഥ സംഭവിച്ചിരിക്കാം. ബൈഡൻ പറയുന്നു, നിങ്ങൾ വിവേചനരഹിതമായി സാധാരണ മനുഷ്യരെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്, ലോക ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തുറന്നു പറഞ്ഞ വർത്തമാനവും വരുന്നു. നിങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാഠങ്ങൾ ഇനിയും പഠിക്കണം. ഗസയെ അങ്ങ് ചുരുട്ടിക്കൂട്ടി ഒരു ഭാഗത്ത് വെച്ചിട്ട് നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും ഇസ്തിഗ്ഫാറും തൗബയും ചർച്ചയാക്കി പോകുന്നതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യുദ്ധത്തെക്കുറിച്ച് തന്നെ ഇനിയും സംസാരിക്കാം, അതിനെക്കുറിച്ച് തന്നെ പഠിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു. തെമ്മാടി രാഷ്ട്രം പരാജയത്തിന്റെ കയ്പ് നീര് കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നല്ല, ഇസ്രായേൽ ചെയ്തു കൂട്ടിയ യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേലിനെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയും വന്നിരിക്കുന്നു. ജനീവ ആസ്ഥാനമായുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ വിചാരണ രാഷ്ട്രത്തിന് മുമ്പിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കാലത്തിനിടയിൽ ഇസ്രായേൽ പ്രതിക്കൂട്ടിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. ലോകത്തിന് അവരെക്കുറിച്ചുള്ള എല്ലാ മതിപ്പും അതോടെ നഷ്ടപ്പെടും. അവർ ചെയ്തു കൂട്ടിയ എല്ലാ കുറ്റകൃത്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായിട്ട് രംഗത്ത് വരും. അവർ കൈകെട്ടി നിൽക്കേണ്ടുന്ന, തലതാഴ്ത്തി നിൽക്കുന്ന അവസ്ഥയും സംഭവിക്കും. ഇത്രയും വലിയ ഒരു വിജയവും മറുഭാഗത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം സഹോദരന്മാരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവിടെ നേതൃത്വം വ്യത്യസ്തമായ അഭിപ്രായത്തിലാണ്. നമ്മൾ വിചാരിച്ചവർക്ക് ഒറ്റക്കെട്ടാണെന്ന്, നേതൃത്വം വ്യത്യസ്തമായ രീതിയിലാണ്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, സൂറ അൽ-ഹജ്ർ 14-ാം വചനത്തിൽ, തഹ്സബുഹും ജമിഅ, നിങ്ങൾ വിചാരിക്കും അവർ ഒറ്റക്കെട്ടാണെന്ന്. ഈ പറയുന്ന കുഫറിന്റെ ശക്തികൾ ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഖുലൂബുഹും ശത്ത, അവർക്ക് വ്യത്യസ്തമായ മനസ്സുള്ള ആളുകളാണ്. അവർക്കൊരിക്കലും യോജിച്ച് പോരാടാൻ കഴിയില്ല.
അവർക്കൊരിക്കലും ഭീരുത്വം വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എത്ര ശരിയാണെന്ന് സഹോദരന്മാരെ നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിൽ സൂറ ആൽ ഇംറാൻ 111 വചനം ഉദാഹരണം അല്ലാഹു പറഞ്ഞു, ലൻ യദുറൂകും ഇല്ലാ അസാ, നിങ്ങളുടെ എതിരാളികൾ നിങ്ങളെ ആക്രമിച്ചാൽ, നിങ്ങളുടെ യുദ്ധം ചെയ്താൽ അവർക്ക് ചില ഉപദ്രവങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വരുത്തി വെക്കാൻ പറ്റൂ. നിങ്ങളെ അവരിങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങളുടെ പാവങ്ങളെ കൊന്നുകളയും, കുഞ്ഞുങ്ങളെ കൊന്നുകളയും, സ്ത്രീകളെ ഇല്ലാതാക്കും, വീടുകൾ തകർത്ത് കളയും, കുടിവെള്ള സ്രോതസ്സും ആശുപത്രികളിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളുകളും തകർക്കും. ഇങ്ങനെ ചില ഉപദ്രവമൊക്കെ വരുത്തി വെക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അറിയണം, വൈയുകാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ യുവല്ലൂക്കുമില്ല, അത് അവർ പിന്തിരിഞ്ഞു ഓടും, തോറ്റുപോകും. അവർ ആകാശത്ത് കൊണ്ടുവന്ന് ബോംബിടാൻ ഏത് ഭീരുക്കൾക്കും പറ്റും. പക്ഷെ നേർക്കുനേരെ പട്ടാളവുമായി യുദ്ധത്തിന് അവർ നിങ്ങളോട് വന്നാൽ, വൈയുകാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാൽ, യുവല്ലൂക്കുമുൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞ് ഓടും. സുമ്മലാ യുൻസറൂൻ, അവരെ സഹായിക്കാൻ ഒരാളും പിന്നെ ഭൂമുഖത്തുണ്ടാവില്ല. ഈ അവസ്ഥയിലേക്ക്, ഈ പതനത്തിലേക്ക്, പതിതാവസ്ഥയിലേക്ക്, നിന്ദതയിലേക്ക്, ലോകം മൊത്തം എതിരായ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. അത്തരം ഒരു ദുരന്തം അവർ ഏറ്റുവാങ്ങുന്നു. ഖുർആൻ വീണ്ടും പറയുന്നു, സൂറ അംഫാൽ 15 വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇദാ ലഖീതുമുല്ലദീന കഫറൂ സഹഫൻ, നിഷേധികളുടെ സൈന്യം നിങ്ങളോട് നേരിടാനും നിങ്ങൾ അവരുമായി നേർക്കുനേരെ ഏറ്റുമുട്ടേണ്ട അവസ്ഥയും വന്നാൽ, ഫലാ തുവല്ലൂഹുൽ അദ്ബാർ, നിങ്ങൾ പിന്തിരിഞ്ഞ് പിന്മാറരുത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പരാജയപ്പെടുന്നിടത്ത്, ഇസ്രായേൽ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നിടത്ത് ഹമാസ് യുദ്ധം തുടങ്ങാൻ ആരംഭിക്കുന്നു എന്ന്, അവർ പോരാടാൻ ആഗ്രഹിക്കുന്നു എന്ന്. കാരണം നിങ്ങളോട് പൊരുതാൻ നിഷേധിക്കൂട്ടം, അല്ലദീന കഫറൂ സഹഫ, നിഷേധികളുടെ സൈന്യം നിങ്ങൾക്ക് നേരെ യുദ്ധത്തിന് വന്നാൽ അവരുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടുന്നാൽ വിശ്വാസികളെ, ഫലാ തുവല്ലൂക്കുമുൽ അദ്ബാർ, തുവല്ലൂഹുമുൽ അദ്ബാർ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. നന്നായിട്ട് പണി കൊടുക്കണം, പോരാടണം, അക്രമം അവസാനിപ്പിക്കണം. 2009 ഒന്ന് നിർത്തിയതാണ് യുദ്ധം. 2014 വീണ്ടും അതേ അവസ്ഥയുണ്ടായി. അപ്പൊ അവര് പരാജയപ്പെടുമ്പോൾ നിർത്തും. മാന്യന്മാരായ കുറെ ആളുകൾ കൂടിയിട്ട് യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചില ഉപാധികളും പറഞ്ഞ് അവർ അവസാനിപ്പിക്കും. അവസാനിച്ച പിന്നെയും അവർ നിങ്ങൾക്കെതിരെ തിരിയും. ഈ ഒക്ടോബർ 7 മുമ്പ് ഗസയിൽ കിടന്ന് ഒരുപാട് ഫിലസ്തീനികളെ ആക്രമിച്ചും കൊന്നും പിടിച്ചു കൊണ്ടുപോയും മാന്യമായി കിടന്നുറങ്ങാൻ അനുവദിക്കാത്ത അവസ്ഥയിൽ അവരെത്രയോ അക്രമങ്ങൾ നേരത്തെയും അതിനു മുമ്പും ഒക്കെ നടത്തിയിട്ടുണ്ട്. യുദ്ധം നിങ്ങൾ നിർത്തിയാൽ അവർ ഇത് തന്നെ തുടരും. അതുകൊണ്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കും. ഇത് നിങ്ങൾ മുന്നോട്ട് പോകണം, തീരുമാനമാകണം വിഷയത്തിൽ. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അവരെ പിന്തുടർന്ന് പിടികൂടണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൻ-നിസാ 104 യുദ്ധവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളെ മുമ്പിൽ നിർത്തി ഖുർആൻ നിർദ്ദേശമാണ്. ഒരു സമൂഹം യുദ്ധരംഗത്ത് എത്തിപ്പെട്ടാൽ ഓരോ ക്രിട്ടിക്കൽ പോയിന്റിനും എങ്ങനെ പോകണമെന്ന് ഖുർആൻ അങ്ങ് വിളിച്ചു നൽകും. അതുകൊണ്ട് ഖുർആൻ പറയാ, വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം, ഈ അക്രമികളെ പിടികൂടുന്ന കാര്യത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകാനോ തളർന്നു പോകാനോ പാടില്ല. പിടികൂടണം, ഇത് അവസാനിപ്പിക്കണം, ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റണം, ജീവധന മാനാദികൾ സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ട് വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം, ഈ ജനതയെ പിടികൂടുന്ന കാര്യത്തിൽ നിങ്ങൾ ദുർബലരായി പോകാൻ പാടില്ല. ഈ യകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശമോ പ്രയാസമോ ഉണ്ടാക്കി വെച്ചു, നിങ്ങളിൽ കുറെ ആളുകൾ അവർ വെടിയുതിർത്ത് ബോംബിട്ട് കൊന്നുകളഞ്ഞു, എല്ല് തുളച്ചു കയറുന്ന വിഷാംശങ്ങൾ ഫോസ്ഫറസ് വരെ അവർ വിതറി, ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങളെ അവർ ഉപദ്രവിച്ചു. പക്ഷേ നിങ്ങൾ അവർക്കും നല്ല ഉപദ്രവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടതുപോലെ അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ക്ലേശം അനുഭവിച്ച പോലെ അവരും ക്ലേശം അനുഭവിച്ചിട്ടുണ്ട്. വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത വലിയ ഒരു നേട്ടം നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വർഗം, അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പോരാട്ടം ഒരിക്കലും വൃഥാവിലാവില്ല. വക്കാനല്ലാഹു അലീമൻ ഹക്കീമ, അല്ലാഹു എല്ലാം നന്നായി അറിയുന്നവനും യുക്തിബന്ധുരമായി കാര്യങ്ങൾ ഹക്കീമുമാണെന്ന് സൂറ അൻ-നിസാ 104. സഹോദരന്മാരെ, ഇത്രയും പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളുടെ പൾസ് അറിയാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. സന്തോഷവും ദുഃഖവും നമ്മെ ഒരുപോലെ പിടികൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തിന്റെ ദുരിതം അവസാനിക്കണം. അവർക്ക് മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റണം. അവിടെ നാട് അവർക്ക് തിരിച്ചു കിട്ടണം. അതിനായുള്ള ശ്രമത്തിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകണം. മുസ്ലിം സമൂഹത്തിന് ബാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ, 2023 ഒക്ടോബർ 12, ഒക്ടോബർ 7 ഹമാസിന്റെ ഈ പെട്ടെന്നുള്ളൊരു ആക്രമണം സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ അവർ ഇടപെടലാണ്. അവരെന്നോ യുദ്ധം തുടങ്ങിയതാ, അവരെന്നോ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ അത്തരം ഒരവസ്ഥയിൽ ഒക്ടോബർ 7 കഴിഞ്ഞ് ഒക്ടോബർ 12
ഫിലസ്തീനിലെ സംഘടനാ സംവിധാനങ്ങൾ പണ്ഡിതന്മാർ ചേരുന്ന ഒരു വേദിയുണ്ട്, ഹയ്യത്ത് ഉലമാ ഫിലസ്തീൻ. ഫിലസ്തീനിലെ പണ്ഡിത സഭ, പാലസ്റ്റൈൻ സ്കോളേഴ്സ് അസോസിയേഷൻ, PSA, ഫിലസ്തീനിലെ മുഴുവൻ മത പണ്ഡിതന്മാരും ചേർന്ന വേദിയാണ്. അവരൊരു വലിയ ഫത്വ ഇറക്കിയിട്ടുണ്ട്, വലിയ ഒരു ലേഖനമാണ്. ഈ ലേഖനം നമ്മളെ മർമ്മം അറിയണം. ഇപ്പോൾ കോഴിദീനം നടപ്പ് രോഗമായതുപോലെ ഓരോരുത്തരും ഹമാസിന് നേരെ ഇങ്ങനെ ചുഴലിദീനം പിടിച്ചവരും അപസ്മാരകം ഇളകുന്നവരും കുറുക്കളക്കക്കാരും ഭ്രാന്തിന് ചികിത്സകർക്ക് ഹമാസിന് സംസാരിച്ച പുതിയ കാലത്ത് നമ്മൾ ഈ സംഗതി കൂടി അറിയണം. എന്താണ് ഈ വിഷയത്തിന്റെ മർമ്മമെന്ന് അവരിറക്കിയ ആ ലേഖനത്തിന്റെ തലക്കെട്ട് സവാബിത്തുൽ ഖളിയത്തിൽ ഫിലസ്തീനിയത്തി വ ഫതാവ ഹാമ്മ ഹൗലഹ എന്നാണ്. ഫിലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാനങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രധാന ഇസ്ലാമിക ഫത്വകളും. ഫിലസ്തീൻ വിഷയം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ മുസൽമാന്മാർ എവിടെ നിൽക്കണം എന്ന് കൃത്യമായ ഫത്വ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചും ഖുർആനും ഹദീസും ഉദ്ധരിച്ചും നീണ്ട ഒരു ലേഖനമുണ്ട്. ആവശ്യക്കാർ വായിക്കട്ടെ. അതിനാണ് ഈ സംഘടനയുടെ പേരും ഈ ലേഖനത്തിന്റെ പേരും ഒക്കെ പറഞ്ഞത്. അതിലവർ ആദ്യം ഫിലസ്തീനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിലൊന്ന് ഫിലസ്തീനു ദാറുൽ ഇസ്ലാമി വ അർളുൽ മുസ്ലിമീൻ. ഫിലസ്തീൻ ഇസ്ലാമിന്റെ ഗേഹമാണ്. വ അർളുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മണ്ണാണ്. ഫിലസ്തീൻ ഇസ്ലാമിന്റെ ഗേഹം, ദാറുൽ ഇസ്ലാമാണ്, അത് മുസ്ലിം മണ്ണ. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കണം ആദ്യം. ഇത് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് തങ്ങളുടെ രാജ്യം തട്ടിയെടുത്ത് തങ്ങളെ ഒതുക്കി ഇല്ലാതാക്കുന്ന മുഴുവൻ പേരെയും കൊന്ന് ഗസ ചീന്തും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു അക്രമിയുടെ അക്രമത്തെ കണ്ടിൽ നടിച്ചിട്ട് അതിനെതിരെ ഗതി കിട്ടാതെ പോരാടുന്ന കൂട്ടരെ കുറിച്ച് വർത്തമാനം പറയുന്ന വലിയ വലിയ വായുള്ള ആളുകൾ അവരന്യായമാണ് കാണിക്കുന്നത്, അനീതിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി മുസൽമാന്മാർ ഇസ്ലാമും ഈമാനുമുള്ളവരാണെങ്കിൽ അംഗീകരിക്കണം, ഫിലസ്തീനു ദാറുൽ ഇസ്ലാം, ഫിലസ്തീൻ ഇസ്ലാമിന്റെ ഗേഹമാണ്. വ അർളുൽ മുസ്ലിം, മുസ്ലിമീങ്ങളുടെ മണ്ണാണ്. രണ്ടാമതായി ഇന്ന ജമീഅ അർളി ഫിലസ്തീൻ, ഫിലസ്തീനിലെ മുഴുവൻ മണ്ണും, ഒരു തുണ്ട് ഭൂമി ഉൾപ്പെടെ മുഴുവൻ മണ്ണും. വൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയും അർളുൻ ഇസ്ലാമിയത്തുൻ, ഇസ്ലാമിന്റെ ഭൂമികയാണ്. ഇത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റോ ഇല്ലേ എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് ചോദ്യം. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ അതിന് ബേസ് ഉണ്ടാവണം, അടിത്തറയുണ്ടാവണം. രണ്ടാമതായി ഒരു പറയാണ്, ഈ ഫിലസ്തീന്റെ ഓരോ തുണ്ടുഭൂമിയും മസ്ജിദുൽ അഖ്സയും അർളുൻ ഇസ്ലാമിന്റെ ഭൂമിയാണ്. ഫതഹ അൽ മുസ്ലിമൂന ഫീ സമനിൽ ഖലീഫത്തി റാഷിദ് ഉമർ ഖത്താബ്, അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുലഫാഉർ റാഷിദിലെ ആ ഖലീഫയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയതാണ്. വദഖല കസീറു മിൻ അഹ്ലിൽ അർബ് ഫിൽ ഇസ്ലാം, അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരുപാട് അറബികൾ ഇസ്ലാമായവരാ, ഇസ്ലാം സ്വീകരിച്ചവരാ. ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഭൂമി തിരിച്ചു പിടിച്ചതാ. അന്ന് അവിടെ ജീവിക്കുന്ന അറബികളാണ് അവർ ഇസ്ലാം സ്വീകരിച്ചു. ഫസാറത്ത് ദാറുൽ ഇസ്ലാം, അങ്ങനെ ഫിലസ്തീൻ ഇസ്ലാമിന്റെ ഗേഹമായി മാറിയതാ. അവിടെ ഈ അന്യമായ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ തിട്ടൂരമിറക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യത്തിന് എതിരെ കൊഞ്ഞനം കുത്തുകയാണ്. മൂന്നാമതായി ആ ലേഖനത്തിൽ പറയുന്നു, ഫിലസ്തീനു അർളു വഖ്ഫിൻ ഇസ്ലാമീൻ, ഫിലസ്തീൻ ഇസ്ലാമിന്റെ വഖഫ് ഭൂമിയാണ്, ഇസ്ലാമിന്റെ വഖഫ് ഭൂമിയാണ്. അലാ ജമീഅ അജ്യാലിൽ മുസ്ലിമീന ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അർഹതപ്പെട്ട ഇടമാണ്. ഫിലസ്തീൻ വഖഫ് ഭൂമിയാണ്, അത് ബൈത്തുൽ മുഖദ്ദിസിന്റെ ഭൂമിയാണ്, അത് പ്രവാചക അധിവാസ കേന്ദ്രമാണ്, അത് മുഴുവൻ മുസ്ലിമീങ്ങളുടെയും വഖഫ് സ്വത്താണ്. ഈ യാഥാർത്ഥ്യം പറഞ്ഞ അടുത്ത പോയിന്റ്, ഇന്ന കുല്ലു ദാരി ഇസ്ലാമിൻ ലാ തുഖ്ബലു തജ്സിയ വലൽ ഖിസ്മ ബൈന ഇസ്നാൻ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഏതൊരു ഭൂമികയാവട്ടെ അതൊരിക്കലും ദാറുൽ ഇസ്ലാമിന്റെ ഭൂമികയെ രണ്ടായിട്ട് വിഭജിക്കാനോ വേർപ്പെടുത്താനോ കഴിയില്ല. അത് ഇസ്ലാമിൻ്റെതാണ്. അത് വിഭജിച്ചൊരു കൂട്ടർക്ക് കൊടുക്കുക, നിങ്ങൾ ഈ തുണ്ടുപോലിയുടെ കഴിഞ്ഞുകൂടുക എന്ന രീതി അംഗീകരിക്കാൻ പറ്റില്ല എന്നതാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. ആ ഭൂമി ഇസ്ലാമിന്റെ സ്വന്തം പൈതൃക സ്വത്തായിരുന്നു. അവിടെ കടന്നുകൂടിയ ആൾ കാണിക്കുന്ന അന്യായം 75 കൊല്ലമായി തുടരുകയാണ്. ചെറിയ കാലമല്ല ഇത്, കഴിഞ്ഞ ഒക്ടോബർ 7-നുണ്ടായ പ്രശ്നമല്ല. അങ്ങനെ ഇരിക്കെ അതിനെ വിഭജിച്ച് അതിന്റെ ആളുകളെ പുറത്തേക്ക് തള്ളി, ഈജിപ്തിന്റെ അതിർത്തിയിലേക്കും അപ്പുറത്ത് ജോർദാൻ അതിർത്തിയും തള്ളിയിട്ട് അത് സ്വന്തമാക്കുന്ന കൂട്ടർ കാണിച്ച അന്യായത്തിനെതിരെ ശബ്ദിക്കാൻ നാവില്ലാതെ പോകുന്നവർ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ വായടക്കണം,
അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിന് മുമ്പിൽ അടിസ്ഥാനപരമായി സമർത്ഥിക്കുന്ന പോയിന്റ് ഇതാണ്. അത് വിഭജിക്കാനോ വേർപ്പെടുത്താനോ മുഅ്മിനീൻ, ആ പ്രദേശം അള്ളാഹുവിൻ്റെതാണ്, ആ പ്രദേശം റസൂലുള്ളയുടേതാണ്, ആ പ്രദേശം മുഴുവൻ മുഅ്മിനീങ്ങളുടെയാണ്. ത്വയ്യിബത്തുൻ മുബാറകത്തുൻ ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ വിശുദ്ധമായ ഭൂമിയായിട്ട് നിലനിൽക്കണം. അഞ്ചാമതായി പറയുന്ന ലൈസ ലിൽ യഹൂദി ഹഖ്ഖുൻ ഫീ ഫിലസ്തീൻ, ഫിലസ്തീനുകൾക്ക് ഒരു അവകാശവുമില്ല. ഫിലസ്തീനിൽ യഹൂദർക്ക് ഒരു അവകാശവും, ലൈസ ലിൽ യഹൂദി, യഹൂദർക്കില്ല ഹഖ്ഖുൻ, ഒരവകാശവുമില്ല ഫീ ഫിലസ്തീൻ, ഫിലസ്തീന്റെ മണ്ണിൽ. ലാ മിൻ ജിഹത്തിൽ അഖ്ദമിയ്യ, സീനിയോറിറ്റി പരിഗണിച്ചും അവർക്ക് അവകാശമില്ല. വലാ മിനൽ ജിഹത്തി ദീനിയ്യ, മതപരമായ പരിഗണന വെച്ചാൽ അവർക്ക് അവകാശമില്ല. വല്ലാത്തൊരു വർത്തമാനമാണ്. പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ പണ്ഡിത വേഷങ്ങളെ. ഇതാണ് മർമ്മം. സീനിയോറിറ്റി പരിഗണിച്ച് നിങ്ങൾക്ക് അവിടെ അവകാശമില്ല. ഞങ്ങളായിരുന്നു പഴയ കാലത്ത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് പറയാം, മതപരമായ അവകാശം ഉന്നയിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഫിലസ്തീൻ കൈയടക്കാനില്ല. എങ്ങനെയാണ് ഇതിന്റെ മർമ്മം? അവർ പറയുന്നു സീനിയോറിറ്റി വെച്ചുള്ള അർത്ഥം അൽ അറബു ഹും അഹഖുൻ നാസി ബി ഫിലസ്തീൻ, അറബികളാണ് ഫിലസ്തീന്റെ അവകാശികൾ. അറബികൾ. കാരണം ലിഅന്നൽ കൻആനിയീന കാനൂ മൗജൂദീന ഫീ ഫിലസ്തീൻ ഖബ്ല ഹിജ്റത്തിൻ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഹിജ്റ ചെയ്ത് ഫിലസ്തീനിലേക്ക് വരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മൗജൂദീൻ, അവിടെ ഉണ്ടായിരുന്നവർ അൽ കൻആനിയീനായിരുന്നു, കൻആനികളായിരുന്നു. അപ്പൊ നേരത്തെ ഫിലസ്തീനിൽ താമസ ഈ കൻആനികളായിരുന്നു. അവിടേക്കാണ് ഇറാഖിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ ചെയ്ത് 4000 കൊല്ലങ്ങൾക്ക് അപ്പുറത്തെ ചരിത്രമാണ്. എല്ലാ ദുൽഹജ്ജ് മാസവും ഇബ്രാഹിമിനെ അംഗീകരിക്കുന്ന, പഠിക്കുന്ന, ചരിത്രം ഓർക്കുന്ന മുസ്ലിമീങ്ങൾ ഈ ചരിത്രം പഠിക്കണം. അവിടുന്ന് ഇറാഖിൽ നിന്ന് ഹിജ്റ പോയത് ഫിലസ്തീനിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അന്ന് അവിടെ ഉണ്ടാകുന്ന കൻആനികളാണ്. അവർ വൽ കൻആനിയൂന ഹും മിൻ അറബിൽ ജസീറത്തുൽ അറബിയ, അവർ അറേബ്യൻ ഉപദ്വീപിൽ ജീവിക്കുന്ന അറബികളായിരുന്നു. അല്ലത്തി നസഹത്ത് ഇലാ ഫിലസ്തീൻ, ഫിലസ്തീനിലേക്ക് ചേക്കേറിയതാ. അപ്പൊ ഫിലസ്തീനിൽ വന്ന ആദിമ നിവാസികൾ ആരാ? കൻആനികൾ ആരാണ്? അവർ അറബികളാ, ജസീറത്തുൽ അറബിലെ ആളുകളാ. അവരങ്ങോട്ട് കുടിയേറിയതാ. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ ഇറാഖിൽ നിന്ന് ഹിജ്റ ചെയ്ത് ഫിലസ്തീനിലേക്ക് വരുമ്പോ അവിടെ അറബികളെ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദരില്ല, ക്രൈസ്തവരില്ല, അറബികൾ മാത്രം. ആ അറബികളുടെ പൈതൃക സ്വത്താണ്. അത് വെച്ചിട്ട് പാരമ്പര്യമായി നിങ്ങളുടേതാണ്, സീനിയോറിറ്റി ഞങ്ങൾക്കാണെന്ന് പറയരുത്. അങ്ങനെ അവകാശമില്ല, നിങ്ങൾക്കൊരു അവകാശവുമില്ല. യഹൂദരെ, നിങ്ങൾക്ക് ഫിലസ്തീന് അവകാശവുമില്ല. പാരമ്പര്യം പറഞ്ഞുകൊണ്ടോ സീനിയോറിറ്റി പറഞ്ഞ് നിങ്ങൾക്ക് അവകാശം സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് പിന്നെ അവിടെ നേതൃത്വം. അദ്ദേഹത്തിന്റെ രണ്ടാമത് പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമാണ് പിന്നെ ഫിലസ്തീൻ നേതൃത്വം. ആദ്യ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം മക്കയിലാണ്. അങ്ങനെ ഇസ്ഹാഖിന്റെ മകൻ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അതിന് 12 ഗോത്രങ്ങൾ, വിശാലമായ പരമ്പര, ബനൂ സമുദായം. ആ ചരിത്ര പരമ്പരയിൽ നിങ്ങൾക്ക് എന്ത് അവകാശം? നിങ്ങൾക്ക് എന്ത് സീനിയോറിറ്റി? നിങ്ങൾക്ക് എന്ത് ഹക്ക്? ഇനി ആ മതവുമായി ബന്ധപ്പെടുത്താൻ ഇബ്രാഹിം നബി യഹൂദ മതം കൊണ്ടുവന്നില്ല, ഇബ്രാഹിം നബി ക്രൈസ്തവ മതം കൊണ്ടുവന്നില്ല, മൂസാ നബി യഹൂദ മതം കൊണ്ടുവന്നില്ല, ഈസാ നബി ക്രൈസ്തവ മതം കൊണ്ടു. അതൊക്കെ നിങ്ങളെ പിന്നുണ്ടാക്കിയ പരിപാടിയാണ്. ഇബ്രാഹിം നബി ആരായിരുന്നു? വമാകാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ, യഹൂദിയായിരുന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നസ്രാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അദ്ദേഹം ഹനീഫ്, ഹൃജുമാനസനായ, അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്ന നല്ലവനായ, നേരെ പോയി ചിന്തിക്കുന്ന ഹനീഫായ, നിങ്ങളെപ്പോലെ വക്രതയുള്ളവനല്ല, നേരെ പോലെ ചിന്തിക്കുന്ന ഹനീഫൻ മുസ്ലിമായിരുന്നു. വമാകാന മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധന ക്രമവുമായും അദ്ദേഹത്തിന് ബന്ധമില്ല. അപ്പൊ ബഹുദൈവ ആരാധനാ മതങ്ങൾക്ക് ഫിലസ്തീനിൽ ആധിപത്യമില്ല, പാരമ്പര്യമില്ല. യഹൂദ മതത്തിനും പാരമ്പര്യമില്ല, ക്രൈസ്തവ മതത്തിനും. നിങ്ങളുടെ ജീവിക്കാം, മാന്യമായി ജീവിക്കാം. അത് ഇസ്ലാമിന്റെ ഭൂമി നിങ്ങളെ സ്വാഗതം ചെയ്യും. അതുകൊണ്ടാണ് ഈ ഫിലസ്തീൻ നിങ്ങളെ നാസി ജർമ്മനി ആട്ടിപ്പുറത്താക്കിയപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ, കിടക്കാൻ, ജീവിക്കാൻ അവസരം നൽകിയത്. അത് ഇസ്ലാമിന്റെ മാനവികതയാണ്. പക്ഷേ നിങ്ങൾ ഈ യാഥാർത്ഥ്യം തുറന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് മതപരമായും അവിടെ ഒരു ബന്ധവുമില്ല, അവകാശവുമില്ല. പാരമ്പര്യമായോ സീനിയോറിറ്റി അങ്ങനെ അവകാശമില്ല. ഇത്രയും വസ്തുത കൃത്യമായിട്ട് മുസ്ലിം ലോകത്തോട് ഫിലസ്തീൻ പണ്ഡിതന്മാർ പറഞ്ഞതാ. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് തീരുമാനിക്കണം. ഈ ഉദാഹരണം എടുക്കേണ്ടി വന്നത് ഇപ്പോൾ സമൂഹത്തിൽ കേരളക്കരെ വലിയ വായിൽ സംസാരിക്കുന്ന പണ്ഡിത വേഷങ്ങൾ ഹമാസ് ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കിയാൽ അത് തിരിച്ചു പിടിച്ച് യഹൂദന് കൊടുക്കണം എന്നിടത്ത് വരെ എത്തിയിരിക്കുന്നു. ആരാണ് ഇവരെ വളർത്തിയത്? ചാരിയാൽ ചാരിയത് മണുക്കുന്നു പറഞ്ഞില്ലേ? അത്തരം കെട്ട മണത്തിന്റെ ദുർഗന്ധം കോഴിദീനം പോലെ നടപ്പ് രോഗമായി
മുസ്ലിം സമൂഹത്തിലെ പണ്ഡിത വേഷങ്ങളെ പിടികൂടുന്നു എങ്കിൽ നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കണം എവിടെയാണ് വിഷയത്തിന്റെ മർമ്മമെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം പറയേണ്ടുന്നത്. ഫിലസ്തീനും ഗസയും അങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഈ പറയുന്ന ആളുകൾക്ക് നാവുണ്ടാക്കി ഇളക്കാൻ അവസരം കൊടുത്ത് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. ശക്തമായി വസ്തുതകൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം. സമൂഹം പഠിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഇത്രയേറെ പറഞ്ഞ ഒരു ഭൂപ്രദേശവും അതുമായി ബന്ധപ്പെട്ട പാരമ്പര്യ പണ്ഡിത പ്രവാചകന്മാരും പണ്ഡിതന്മാരുമായ ഒരു സമൂഹത്തെ നീതിന്യായ നിർവ്വഹണത്തിന് മുമ്പിൽ വസ്തുത ഫിലസ്തീനികൾക്കാണെന്ന് മൂക്ക് കീപ്പട്ടായ നേര് നിഴൽ എല്ലാവരും തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അത്തരം ഒരു വസ്തുതയിൽ സ്വന്തം നാടിനുവേണ്ടി പോരാടുന്ന ഖുദ്സ് ബ്രിഗേഡിനെയും ഹമാസിനെയും അക്രമികളാക്കി ഫത്വ നൽകിയിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് തീരുമാനിക്കണം. എന്നിട്ട് ഇത്രയും വസ്തുത പറഞ്ഞിട്ട് അവർ നമ്മളോട് പറയാം ആര് ഫിലസ്തീനിലെ പണ്ഡിത സഭ, അതും ഒരു പണ്ഡിത സഭയാണ്. ഖുർആനും സുന്നത്തും സംസാരിക്കൂ. അവർ പറ അയ്യുഹൽ മുസ്ലിമൂൻ, എന്നോടും നിങ്ങളോടും പറയാം. കേൾക്കണം ഈ വർത്തമാനം. അയ്യുഹൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളെ, ലാ ഖിലാഫ, അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. അന്നൽ അദുവ, നിശ്ചയം ശത്രു, ഇദാ ദഖല ദിയാറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അധിവാസ കേന്ദ്രത്തിൽ പ്രവേശിച്ചാൽ, ഔ അറാദൽ ഹുജൂമ അലൈഹ, മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന നാടിനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചാൽ, യസീറു ദഫുഹു, അതിനെ തടയുക എന്നതും, വഖിതാലുഹു, അവിടെ യുദ്ധം ചെയ്യുക എന്നതും ആയിത്തീരും വാജിബൻ അലാ ജമീഅൻ, എല്ലാവരുടെ മേലും നിർബന്ധമാണ്. മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ദാറുൽ ഇസ്ലാമിനെ തകർക്കാൻ, അതിനെ അധിവാസം ചെയ്യാൻ, അവിടെ അധിനിവേശം ചെയ്യാൻ, അവരെ ഇല്ലാതാക്കാൻ, അവരുടെ മതത്തെ, പവിത്രതയെ, മനുഷ്യാവകാശങ്ങളെ, ജീവിക്കാനുള്ള അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടി ഒരു സംഘം ശത്രുക്കൾ കടന്നു കയറിയാൽ അവരെ പ്രതിരോധിക്കൽ, അവിടെ യുദ്ധം ചെയ്യൽ, അത് ഓരോ വാജിബൻ അലാ ജമീഅൻ, എല്ലാവരുടെ മേൽ നിർബന്ധമായ കാര്യം. തെളിവെന്താ? തെളിവ് മദീനയാകുന്ന ഇസ്ലാമിക ഗേഹത്തെ ഇല്ലാതാക്കാൻ അഹ്സാബ് വന്നില്ലേ, സഖ്യസേന. മക്കക്കാര് ആളെ കൂട്ടിയിട്ട് കിട്ടാവുന്ന ഗോത്രത്തിലെ മുഴുവൻ യുദ്ധത്തിന്റെ യുദ്ധഗോത്രങ്ങൾ, യുദ്ധപ്രഭുക്കളായ ഗോത്രങ്ങൾ അഥവാ ട്രൈബിലെ പട്ടാളക്കാർ, അവരൊക്കെ വിലക്കെടുത്ത് മദീനയിൽ നിന്ന് കിട്ടാവുന്ന യഹൂദരെ സപ്പോർട്ട് വാങ്ങി മദീന മുസ്ലിമുകളെ ഒറ്റുകാരായ മുനാഫിക്കളെ കൂട്ടുപിടിച്ച് അങ്ങനെ മുഴുവൻ സഖ്യത്തെയും ചേർത്ത് വെച്ചിട്ട് മദീനയെ തകർക്കാനുള്ള യുദ്ധം നിങ്ങൾ പഠിച്ചില്ലേ? ഖുർആനിലെ അധ്യായത്തിന്റെ പേരാ സൂറ അൽ അഹ്സാബ്. പഠിക്കണം, അങ്ങനെയൊക്കെ പഠിക്കണം. ഫിലസ്തീനെ ഇല്ലാതാക്കാൻ ഇസ്രയേലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അതിനോട് സപ്പോർട്ടീവായി ഫാഷിസ്റ്റ് സംവിധാനങ്ങളും അവരുടെ പണം വാങ്ങി ജീവിക്കുന്ന മുസ്ലിം നാമധരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഈ അഹ്സാബ് സഖ്യസേനയെ നിങ്ങൾ അറിയണം. ഇസ്ലാം ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ. ഇപ്പോഴും നടക്കുന്ന ഓരോ ചരിത്ര സന്ദർഭങ്ങളും ഖുർആൻ വരച്ചു വെച്ച യുദ്ധ പശ്ചാത്തലത്തിലെ ചരിത്രങ്ങളുടെ തനി ആവർത്തനങ്ങൾ മാത്രമാണ്. പേര് മാത്രമേ മാറുന്നുള്ളൂ, സംഭവഗതികൾ അതേ രീതി തുടരുകയാണ്. അതുകൊണ്ട് മദീനയാകുന്ന ദാറുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഈ പറയുന്ന മദീനയെ തകർക്കാൻ വേണ്ടി സഖ്യസേന വന്ന ഒരു ഘട്ടത്തിൽ അവരെ തടയാൻ വിശ്വാസിയുടെ ആഹ്വാന ഖുർആനിക വാക്യം അനുസരിച്ച് ഫിലസ്തീനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ സംഘത്തെ തടയാൻ എല്ലാ മുസ്ലിമുകൾക്കും ബാധ്യത, നിങ്ങൾക്കും എനിക്കും ബാധ്യതയുണ്ടെന്ന. ഇത് അവിടെ ഇവിടെ നടക്കുന്ന ഒരു കഥയാണ്. നമ്മൾ ഫുട്ബോളുമായി നല്ല കളി കാണുന്ന കാഴ്ചക്കാരൻ വിചാരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, അങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ നിലപാടുകൾ തമ്പുരാന് ബോധ്യപ്പെടണം. നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുന്ന സൂക്തത മദീനയിൽ ജീവിക്കുന്ന ഒരാൾക്കും ഭൂഷണമല്ല. അള്ളാഹ് പറയാണ്, വിശുദ്ധ ഖുർആൻ സൂറ അത്തൗബ 120 വചനമാണ്. മദീന ദാറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ഭൂമികയാണ്. തകർക്കാൻ സഖ്യസേന വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ വിശ്വാസി, മദീനയിലെ ഓരോ പൗരനും എന്ത് ചെയ്യണം? മാ കാനലി അഹ്ലിൽ മദീന, മദീനക്കാർക്ക് ഭൂഷണമല്ല, അവർക്ക് പറ്റിയ കാര്യമല്ല. വമൻ ഹൗലഹും മിനൽ അഗ്റാബ്, മദീനയുടെ പരിസരത്ത് ജീവിക്കുന്ന അഗ്റാബുകൾ ഉണ്ടല്ലോ, ബദുക്കൾ, ഗ്രാമീണ ഗോത്രത്തിലെ അറബികൾ, ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവർക്കും ഭൂഷണമല്ല. യതഖല്ലഫു അൻ റസൂലില്ല, അവർ തിരുനബിയിൽ നിന്ന്, തിരുനബിയുടെ ആഴ്ചയിൽ നിന്ന് മാറി നിൽക്കൽ, തിരുനബിയെ വെടിയൽ. എന്തിന്റെ പേരിൽ? യുദ്ധത്തിന് പുറപ്പെടാൻ റസൂൽ പറഞ്ഞു. മദീനയെ ആക്രമിക്കാൻ വേണ്ടി സഖ്യത ചെന്നപ്പോൾ ഓരോ വീട്ടിലുമുള്ള മുഴുവൻ ആണുങ്ങളും യുദ്ധത്തിന് ഇറങ്ങണമെന്ന. പൗരന്മാർ മൊത്തം യുദ്ധം ചെയ്യണം, പട്ടാളക്കാർ മാത്രം പോരാ.
അങ്ങനെ വരും. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ശത്രു വരികയാണെങ്കിൽ ഓരോ പൗരനും യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം നിങ്ങൾ പഠിച്ചു നോക്ക്. റഷ്യയുടെ യുദ്ധത്തെ തകർക്കാൻ, ശത്രു തകർക്കാൻ വേണ്ടി ഉക്രൈനിലെ ഓരോ പൗരന്മാരും യുദ്ധം അവർക്ക് നിർബന്ധമായി. എല്ലാവരും തോക്കെടുത്ത് ഇറങ്ങേണ്ടി വന്നു. ഒരു രാജ്യത്തെ തകർക്കാൻ ശത്രു വരുമ്പോൾ അങ്ങനെ ഒരു നിയമം സ്വാഭാവികമായും സാമൂഹികത്തിലുള്ളതാ. അത് ഇസ്ലാം പഠിപ്പിക്കുക, ഇസ്ലാമിന്റെ പാഠമാണ്. അതുകൊണ്ട് മദീനയിലെ ഓരോ പുരുഷനും രംഗത്ത് വരണം. അവരൊക്കെയും ആയുധധാരികളായി യുദ്ധത്തിന് വേണം. അതുകൊണ്ട് അവർ മാറി നിൽക്കാൻ പാടില്ല. റസൂലിനെ വെടിഞ്ഞ് വീട്ടിരിക്കാൻ പാടില്ല. യുദ്ധത്തിന് കൂടെ ഇറങ്ങണം. അവര് സ്വന്തം കാര്യം പരിഗണിച്ച് ഈ നിർബന്ധമായ പൊതുകാര്യം അവഗണിച്ച് മാറി നിൽക്കാനും പാടില്ല. കൃത്യമായ താക്കീത. ആ ആയത്ത് ഉദ്ധരിച്ച് പറയാ, ഫിലസ്തീൻ ഇസ്ലാമിന്റെ പൈതൃക സ്വത്താണ്, നമ്മുടേത് എല്ലാവരുടേതുമാണ്. അത് ദാറുൽ ഇസ്ലാമാണ്. അതിനെ തകർക്കാൻ ശത്രു വരുമ്പോൾ അതിനെതിരെ രംഗത്ത് ഉണ്ടായി, പോരാട്ട രംഗത്തുണ്ടാവുക എന്നത് ഓരോ മുസൽമാനും നിർബന്ധമാണ്. അതിന്റെ ഉദാഹരണമാണ് ഖുർആനിലെ വിധി. അഹ്സാബ് സഖ്യസേന മദീന തകർക്കാൻ വന്നപ്പോൾ അള്ളാഹു ഇറക്കിയ ആയത്തിന്റെ അർത്ഥത്തിലാണ്. എന്നല്ല, റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ ലേഖനം പിന്നെയും പറയുന്നു. തിരുനബിയുടെ ഹദീസുണ്ട്, ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമ. നിന്റെ സഹോദരൻ ലാലിമാണെങ്കിലും അവനെ സഹായിക്കണം, മദ്ലൂമാണെങ്കിലും സഹായിക്കണം. അഥവാ നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിൽ അവനെ സഹായിക്കണം, ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എങ്ങനെ ഞങ്ങൾക്കറിയാം, അക്രമിയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ റസൂല് പറഞ്ഞു, ലാലിമാണെങ്കിൽ റസൂലെ, ആ ആള് എന്റെ സഹോദരൻ അക്രമിയാണെങ്കിൽ എങ്ങനെയാണ് കൈഫ അൻസുറു, ഞാൻ എങ്ങനെ സഹായിക്കണം? സഹാബത്ത് സംശയം ചോദിച്ചു. അപ്പൊ ഖാല റസൂൽ പറഞ്ഞു, തഹ്ജുസുഹു ഔ തംനഉഹു മിനൽ ദുൽമി ഫഇന്ന ദാലിക നസ്ർ. അവന്റെ അക്രമത്തെ തടയണം, അവസാനിപ്പിക്കണം, അവനെ നിർത്തിക്കണം. ഫഇന്ന ദാലിക നസ്ർ, അതാണ് അവനെ സഹായിക്കൽ. അപ്പൊ ഇവിടെ അക്രമിയാണ് യഹൂദൻ, സയനിസം. തങ്ങളുടെ സഹോദരന്മാരെ ആക്രമിക്കുക. നമ്മുടെ സഹോദരന്മാർ ഫിലസ്തീൻ മദ്ലൂമ, അവൻ ലാലിമായ അവന്റെ അക്രമത്തെ തടയാൻ മുസ്ലിം ലോകത്തിന് ബാധ്യത. അറബി തമ്പുരാക്കന്മാർക്ക് ബാധ്യതയുണ്ട്, മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത്തരം രാഷ്ട്ര സംവിധാനത്തിൽ ജീവിക്കാത്ത എനിക്കും നിങ്ങൾക്കും പടച്ചവനോട് കൈകളുയർത്തി പ്രാർത്ഥിക്കാനും ഇവിടെ ഐക്യപ്പെടാനും അവർക്ക് സാധ്യമാകുന്ന സാമ്പത്തിക സഹായം നൽകാനും ബാധ്യതയുണ്ട്. ഒഴിവാകാൻ ഒരു മുസ്ലിം പറ്റില്ല എന്നാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ച പാഠങ്ങളാണ്. വീണ്ടും അവർ പറയുന്നു, കാല ഇബ്നു ആബിദീൻ റഹിമഹുല്ലാ, ഇബ്നു ആബിദീൻ ഫത്വയാണ് ഉദ്ധരിക്കുന്നത്, ഫറളു ഐനിൻ, ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. ഫറളു ഐന്, ഫറളു കിഫായ എന്ന് പഠിച്ചവരാ നമ്മൾ. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു, ഈ മഹലിലെ ആളുകൾ കൂടിയിട്ട് ആ ജനാസയെ വേണ്ട പോലെ കുളിപ്പിച്ച് കഫൻ പുടവ അണിയിച്ച് നിസ്കരിച്ച് മറമാടിയാൽ നമ്മളൊക്കെയും കുറ്റം രക്ഷപ്പെട്ടു. അപ്പൊ അത് ഫറള് കിഫായാണ്. ആരെങ്കിലും ചെയ്താൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. ആരും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കുറ്റവാളികളാണ്. അപ്പോൾ ഓരോരുത്തരും നിർബന്ധമായി ചെയ്യേണ്ട കാര്യം ഫറള് ഐനാണ്. ഒരു സമൂഹം പൊതുവായിട്ട് ചെയ്താൽ ബാക്കി ആരും കുറ്റക്കാരാവില്ല, കാര്യം നിർവഹിക്കൊണ്ട് ഫറള് കിഫായാണ്. ഈ വിഷയത്തെ വെച്ചുകൊണ്ട് പറയാ ഇബ്നു ആബിദീൻ റഹിമഹുല്ലാ, ഫറളു ഐനിൻ, ഓരോ വ്യക്തിയുടെ മേൽ നിർബന്ധമാണ്. ഇദാ ഹജമൽ അദ്വു അലാ സഗറിൻ മിൻ സുഗൂറിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു തുണ്ട് ഭൂമിയെ ശത്രു അതിക്രമിച്ച് കയ്യേറ്റാൻ ശ്രമിച്ചാൽ, അവിടെ അതിക്രമിച്ച് കയറിയാൽ ഫയസീറു അലാമൻ കർവ മിൻഹു ഫയസീറു ഫറളു ഐൻ, അപ്പോൾ ഓരോ വ്യക്തിക്കും നിർബന്ധമാകും അലാമൻ കർവ മിൻഹു, ആ നാട്ടിലുള്ളവരും അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളും അവർക്ക് ഓരോരുത്തർക്കും അത് ഫറള് ഐനായിട്ട് മാറും. അപ്പോ ഫിലസ്തീനെ അതിക്രമിക്കാൻ ഒരു സൈന്യം വന്നാൽ ഫിലസ്തീനുകളായ മുഴുവൻ ആളുകൾക്കും ആദ്യത്തെ ബാധ്യതയുണ്ട്, പൊരുതാൻ, എതിരിടാൻ. പിന്നെ കർവ മിൻഹു, പിന്നെ അടുത്തടുത്ത രാജ്യത്തിലെ മുസ്ലിമുകൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് ബാക്കി അമ്മാമൻ വറാഹും ബിബുഅദിൻ മിനൽ അദു, ശത്രുവിൽ നിന്ന് കുറെ അകലെ നിൽക്കുന്ന ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ, നമ്മൾ കുറെ ദൂരത്താ, ഇസ്ലാമിക ഭൂമികയല്ല. അങ്ങനെ ബൂദിൽ നിൽക്കുന്ന ആളുകൾ ഫഹുവ ഫറളു കിഫായ, അവർക്കത് ഫറളു കിഫായാണ്. അവർക്കത് ആ സമൂഹത്തിൽ ഉത്തരവാദിത്തോടെ ചെയ്താൽ മതി, നമ്മളൊക്കെ കുറ്റം രക്ഷപ്പെടും. അപ്പൊ നിങ്ങളറിയണം, നമ്മളും ഉത്തരം പറയേണ്ടതുണ്ട് ഈ കേസിൽ. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ ഒരു തുണ്ട് ഭൂമി ദാറുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവിടെയുള്ള മുഴുവൻ മുസൽമാന്മാർക്കും ബാധ്യതയുണ്ട് അതിനെതിരെ പൊരുതാൻ. അതാണ് ഹമാസ് ചെയ്യുന്നത്, അതാണ് ഖുദ്സ് ബ്രിഗേഡ് ചെയ്യുന്നത്. അത് ഗസയിൽ നടക്കുന്നത്. ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിലുണ്ട് പഞ്ചപുച്ഛം അടക്കിയിട്ട് അംഗീകാരം വാങ്ങി ഇസ്രായേലിന്റെ പണം പറ്റി ജീവിക്കുന്ന മഹ്മൂദ് അബ്ബാസും കൂട്ടരും. അവിടെ ദിനേന 100 കണക്കിന് ഫിലസ്തീനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലാണ്. ഇപ്പുറത്ത് ഹമാസ് വിലപേശിയിട്ട് ബന്ദികളെ വിട്ടുകൊടുക്കുമ്പോ
ആ കണക്കനുസരിച്ച് അവിടെ ഫിലിസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകളെ ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് ജയിലിടുകയാണ്. അനങ്ങുന്നില്ല അവിടെ ഇരിക്കുന്ന കൂട്ടർ. അക്രമികളാണ് ആ ചെയ്യുന്ന പ്രവർത്തനം, അക്രമമാണ്. ഈ ദുരന്തവും അറിയണം. ഒറ്റ നാട്ടിലായത്. ഇതാണ് ഫിലിസ്തീന്റെ ചരിത്രം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന ഓരോ മുസൽമാന്റെ നിർബന്ധ വ്യക്തിപരമായ ബാധ്യതയാണ് ഇസ്ലാമിന്റെ ഭൂമികയെ തകർക്കുന്ന ശത്രുവിനോട് പോരാടുക എന്നുള്ളത്. അവിടെ അടുത്ത ആളുകൾക്ക് പിന്നെയും ബാധ്യത. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട അറബി തമ്പുരാക്കന്മാർക്ക് ബാധ്യതയുണ്ട്. എൻ്റെ ഒരു മാന്യ സുഹൃത്ത് അറബി തമ്പുരാക്കന്മാരുടെ ഈ ഇത് കൗർത്തവ്യത മൂഢരായിരിക്കുന്ന അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഹുത്തുബയെ വിലയിരുത്തിയിട്ട് പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞ ജനങ്ങളുടെ മനോവീര്യം കെട്ടുപോകുന്ന. അത് മുമ്പ് ഏതോ നമ്മളൊരു ഭരണാധികാരി പറഞ്ഞ പോലെയാണ്, പോലീസ് കാണിക്കുന്ന അതിക്രമത്തെ ചോദ്യം ചെയ്താൽ പോലീസിന്റെ മനോവീര്യം കെട്ടുപോകുന്ന ആരൊക്കെയോ പറഞ്ഞില്ലേ, അതിന് സമാനമായ വർത്തമാനം. രാഷ്ട്രീയക്കാർ അങ്ങനെയാണ് സംസാരിക്കുക. ഇത് മനോവീര്യം കെടുത്താനല്ല, തിരിച്ചറിവിന് വേണ്ടിയാണ്. അറിയണം നമ്മൾ, ഇത്രയും ബാധ്യത നമുക്കുണ്ട്. അറബ് രാഷ്ട്രങ്ങൾക്ക് ബാധ്യതയുണ്ട്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാമിക അറബ് രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോ മുസൽമാനും പങ്കാളിത്തം ഉണ്ടാകേണ്ട വിഷയമാണിത്. ഇത് അവിടെ ഇവിടെ നടക്കുന്ന ഒരു കഥ കേട്ടിട്ട് സൗകര്യപ്പെടുമ്പോൾ ഒന്ന് യൂട്യൂബ് തുറന്നു നോക്കി ഏതാനും കാര്യങ്ങൾ കണ്ട് എവിടെ നിസ്കരിക്കാൻ കയറിയപ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദുആ ആമീൻ പറഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റിയ വിഷയമൊന്നുമല്ല. നമ്മുടെ മനസ്സിനെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തണം. നമ്മുടെ സ്വന്തം സഹോദരന്മാർ കൊല ചെയ്യപ്പെടുകയാണ്, നമ്മുടെ ഭൂമിക തട്ടിയെടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഫർള് ഐനാണ് ഓരോ വിശ്വാസിക്ക് മേലും. അതനുസരിച്ച് അവൻ അതിൽ പങ്കെടുക്കണം, അക്രമിക്കെതിരെ രംഗത്തുണ്ടാവണം. ശത്രുവിൽ നിന്ന് കുറെ ദൂരെയുള്ള ആളുകൾ, ഞാനും നിങ്ങളുമൊക്കെ അതിൽപ്പെട്ടവരാ. അവർക്കത് സാമൂഹ്യ ബാധ്യത, അത് നിർവഹിക്കപ്പെടണം. അവിടെ പോരാട്ടം നടക്കണം, ഹമാസ് പൊരുതണം, ഖുദ്സ് ബ്രിഗേഡ് പൊരുതണം, അത് മോചിപ്പിക്കപ്പെടണം. അടുത്തുള്ള രാഷ്ട്രങ്ങൾ വേണ്ട സഹായം ചെയ്യണം. എന്നിട്ടോ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുകയും പ്രാർത്ഥിക്കണം. വീണ്ടും പറയുന്നു, ഖാല ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് വയഖൂൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. ഇബ്നു തൈമിയ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഉദ്ധരണം പറയാ. സലഫി പണ്ഡിതനാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അതുകൊണ്ട് നിങ്ങൾ അറിയണം, പുതിയ കാലത്ത് ബഹളം വെക്കുന്ന പലർക്കും ഈ ചരിത്രം അറിയില്ല. അദ്ദേഹം വർത്തമാന ഇബ്നു ഖുദാമ ഉദ്ധരിക്കുക, ഇദാ ദഖൽ അദു ബിലാദൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നാട്ടിൽ ശത്രുക്കൾ പ്രവേശിച്ചാൽ ഫലാ റൈബ, സംശയമേ വേണ്ട, അന്നഹു യജിബു ദഫഉഹു അലൽ അഖ്റബ് ഫൽ അഖ്റബ്, അടുത്ത ആളുകൾ ഉടനെ പ്രതിരോധിക്കണം, പിന്നെ തൊട്ടടുത്ത ആൾ രംഗത്തുണ്ടാവണം, എല്ലാവരും കൂടി തടയണം. ഇത് ഇന്ന ബിലാദൽ ഇസ്ലാമി കുല്ലുഹാ ബിമൻസിലത്തിൽ ബലദത്തിൽ വാഹിദ. കാരണം മുസ്ലിം നാടുകളെല്ലാം ഒറ്റ വീടാ. അത് ഫലസ്തീനികളുടെ പ്രശ്നമല്ലേ? നമുക്കെന്താ കുഴപ്പം? ചിന്തിക്കുന്ന തമ്പുരാക്കന്മാർ അറിയണം, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് അതിർത്തിയില്ല കൂട്ടരെ. അതൊരു ഫ്ലൂയിഡായ കൺട്രിയാണ്. അവർ അതിർത്തി വെച്ചിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ മക്കയും മദീന ഉൾപ്പെടെ അവരുടെ രാജ്യത്ത് പെടുന്നതാ, അവിടെ വിശാല ഇസ്രായേൽ പെടുന്നതാ. അപ്പൊ നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാനൊന്നും പറ്റില്ല. ഫിലിസ്തീൻ ഇസ്രായേലിന്റെ കയ്യിലായി പ്രതിരോധിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഓടേണ്ടി വരും. അറബിലെ അറബ് തമ്പുരാക്കന്മാർ ഇറങ്ങി ഓടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന് കൃത്യമായിട്ട് അറിയണം. കാരണം ഫിലിസ്തീൻ പ്രശ്നം ഫിലിസ്തീൻ മാത്രം പ്രശ്നമല്ല, അത് ഇസ്ലാമിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഫലാ റൈബ, സംശയം വേണ്ട, അന്നഹു യജിബു ദഫഉ, അതിനെ തടയണം. അലൽ അഖ്റബ്, അടുത്ത ആളുകൾ ആദ്യം രംഗത്തിറങ്ങണം. ഫൽ അഖ്റബ്, പിന്നെ അടുത്ത ആളുകൾ പിന്നെ രംഗത്തുണ്ടാവണം. അങ്ങനെ ഇത് ഇന്നൽ ബിലാദൽ ഇസ്ലാമി കുല്ലുഹാ ബിമൻസിലത്തിൽ ബലത്തിൽ വാഹിദ, ഇസ്ലാമിക രാജ്യം മുഴുക്കെ ഒറ്റ നാടാണ്. അവിടെ അതിർത്തികൾ, ആദർശത്തിന് അതിർത്തികളുടെ കൂട്ടരെ, ഇത് ഇസ്ലാമിന്റെ പൈതൃകങ്ങളാണ്. അതുകൊണ്ട് ഒന്നിച്ച് അതിന് അണിനിരക്കൽ നിർബന്ധമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അർത്ഥവർത്തമാന ബിലാ ഇദ്നി വാലിദിൻ, അവിടെ പിതാവിന്റെ അനുവാദം കാത്ത് മകൻ നിൽക്കേണ്ട കാര്യമില്ല. വലാ അസീമിൻ, നേതാവിന്റെ അനുവാദം കാത്ത് അനുയായികൾ നിൽക്കേണ്ട കാര്യമില്ല. ഇത് വ്യക്തിപരമായ ബാധ്യതയാണെന്നാണ്. അതുകൊണ്ട് ബാപ്പ അനുവദിച്ചെങ്കിൽ ഇതിന് പോകുന്ന അവിടെ വിഷയമല്ല. അത്രയും കൃത്യമായി പറഞ്ഞത് ഈ പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഫൈനൽ ജിഹാദ ലിദ്ദ സിഹായിന, സയനിസ്റ്റുകളായ ആളുകൾക്കുള്ള യുദ്ധം, അൽ മുഅ്തദീന, അതിക്രമകാരികളായ സിയോണിസ്റ്റുകളുടെ യുദ്ധം, ഫറളു ഐനിൻ, ഫറളു ഐനാണ്, വ്യക്തിപരമായ ബാധ്യതയാണ്. അലാ ജമീഇൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമുടെ മേൽ. ഈ തഹ്രീരി ഫിലിസ്തീൻ, ഫിലിസ്തീനെ മോചിപ്പിക്കാൻ വേണ്ടി. വഹാകദാ കുല്ലു അർദിൻ യഹ്തല്ലൂനൽ അദു, ശത്രു അധിനിവേശം ചെയ്യുന്ന ഓരോ ഇസ്ലാമിക രാജ്യത്തിന്റെയും കാര്യത്തിൽ ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഈ ഇസ്ലാമിന്റെ നിലപാട് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ അറിയണം, നമുക്ക് വല്ലാത്ത ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്?
എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാതെ പോകുന്ന അവസ്ഥ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർ ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു ഫിലസ്തീൻ പണ്ഡിതന്മാർ. അവരുടെ ഉദ്ധരണത്തിന് നീണ്ട ഭാഗമാണ്. അവസാന ഭാഗം കൂടി കേൾക്കുക. കാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വർത്തമാനം തന്നെ, അമ്മാ ഖിതാലു ദഫ്ഇ ഫഹുവ അശദ്ദു അൻവാഇ ദിഫ്ഇ സായിലി അനിൽ ഹുർമത്തി വദ്ദീൻ. ദീനിന്റെ സംരക്ഷണാർത്ഥം ഇസ്ലാമിക ഭൂമിയുടെ പവിത്ര സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ രംഗത്ത് ഉണ്ടാവുക, പ്രതിരോധിക്കുക, അതിനുവേണ്ടി യുദ്ധം ചെയ്യുക എന്നത് അത് അശദ്ദു അൻവാഇ ദിഫ്ഇ സാൽ, അക്രമിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിർബന്ധമായ ഒന്നാമത്തെ കാര്യമാണ്. അത് വലിയ കാര്യമാണ്, അത് ചെറിയ കാര്യമല്ല. കൃത്യമായിട്ട് ഞാൻ പറയാം, വാജിബുൻ ഇജ്മാൻ. അതുകൊണ്ട് അത് ഓരോ ആളുടെ മേലും നമ്മുടെ സമൂഹത്തിന് നിർബന്ധമായ കാര്യമാണ്. ഫൽ അദുവു സായിലുല്ലദി യുഫ്സിദു ദീന വദ്ദുനിയ ലാ ശൈഉൻ ഔജബ ബഅദൽ ഈമാനി മിൻ ദഫ്ഇഹി. നമ്മുടെ ദീനിനെയും നമ്മുടെ സ്വസ്ഥതയെയും തകർക്കുന്ന അക്രമിയായ ശത്രുവോട് പോരാടുക എന്നത് ദീന്റെ കാലത്തിൽ ഈമാന്റെ വിഷയത്തിൽ ഏറ്റവും മുന്തിയ കാര്യമാണ്. അത് ഔജബാണ്, ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. ബഅദൽ ഈമാനി, വിശ്വാസ കാര്യങ്ങൾക്ക് ശേഷം എന്ന ഏറ്റവും നിർബന്ധമായ കാര്യം അതാണ്. ഫലാ യസ്തരിതു ലഹു ശർത്തുൻ, ആ വിഷയത്തിൽ ഉപാധി വെക്കാൻ പാടില്ല. ബൽ യദ്ഫഉ ബിഹസ്ബിൽ ഇംകാൻ, സാധ്യമാവുന്ന പ്രതിരോധിക്കണം. ഇതെല്ലാം സലഫി പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ വർത്താനം. സംശയമുള്ളവർക്ക് പഠിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, എന്താണ് നമുക്ക് പറ്റുന്നറിയണം. നമുക്ക് പറ്റിയ കാര്യം ഖുർആൻ പറഞ്ഞ വാക്യമാണ് നമുക്കതിൽ ഓതി വെച്ചത്. ആയത്ത് കൂടി കൽപ്പിച്ച് അവസാനിപ്പിക്കാം. പോരാടാൻ കഴിയാതെ പോകുന്നവർ ഭീരുക്കളാണ്. അവർ ദുനിയാവിനെ സ്നേഹിക്കുന്നവരാ, അവർ മരിക്കാൻ പേടിയുള്ളവരാ, അവർ അള്ളാഹുവിന് ഭയമില്ലാത്തവരാ, അവർ കുഫ്രിനോട് അടുത്ത് നിൽക്കുന്നവരാ. ഖുർആൻ പറയുന്ന വാക്യം സൂറ അത്ത 32-ാം വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളോട് കൽപ്പിച്ചാൽ, ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുങ്ങി ഇറങ്ങുവിൻ എന്ന് പറഞ്ഞാൽ, ഇസ്സാഖൽതുമില, നിങ്ങൾ ഭൂമിയിലേക്ക് അമർന്നിരിക്കുന്നുവല്ലേ, നിങ്ങളുടെ വീടും നിങ്ങളുടെ കുടുംബവും കുടുംബിനിയും സ്വത്തും കെട്ടിപ്പിടിച്ച് കുത്തിയിരിക്കുന്നു അല്ലേ എന്നാണ് പച്ച മലയാളം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുവിൻ, യുദ്ധത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റി, ഇസ്സാഖൽതുമില, നിങ്ങൾ ഭൂമിയോട് നിലത്തോട് ഒട്ടി നിൽക്കുന്നു, നിങ്ങൾക്ക് പേടി, ഭീതി, നിങ്ങൾ സുഖ സൗകര്യങ്ങളുടെ പിറകെ, നിങ്ങൾ ദുനിയാവിന്റെ പകിട്ടിലവരെ, നിങ്ങളുടെ ആഡംബര രമ്യഹർമ്മങ്ങൾ, നിങ്ങളുടെ എണ്ണം കവിഞ്ഞ ഭാര്യമാർ, നിങ്ങളുടെ വീടിന്റെ സ്വാസ്ഥ്യം, നിങ്ങളുടെ നാടിന്റെ ഉയർച്ച, നിങ്ങളുടെ മറ്റു സൗകര്യങ്ങൾ, അതിൻ്റെ ഒക്കെ പിറകിലായി പോയി നിങ്ങൾ ഇസ്സാഖൽതുമില്ല, നിങ്ങൾ ഭൂമിയിലേക്ക് അമർന്ന് ഒട്ടിക്കിടന്നു. അല്ലാഹ് ചോദിക്കുക, പരലോകത്തേക്കാൾ നിങ്ങൾ ദുനിയാവിനെ സ്നേഹിച്ചു അല്ലേ, തൃപ്തിപ്പെട്ടു അല്ലേ, ബിൽ ഹയാത്ത്, ദുനിയാവ് കൊണ്ട്, മിനല്ലാഹിറ, പരലോകത്തേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ ദുനിയാവിന്റെ പകിട്ടിനോടാണ്. ഈ ഭൗതിക യുഗങ്ങളിലെ നിങ്ങളുടെ രാഷ്ട്രവും നിങ്ങളുടെ അരമനകളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ പകിട്ടും നിങ്ങളുടെ പേരും പെരുമയും അതെല്ലാം അത് കേവലം മത്താഉൽ ഹയാത്ത് ദുനിയ, ദുനിയാവിലെ യുഗങ്ങളുണ്ടല്ലോ, അത് ഫിൽ ആഖിറത്തി, പരലോക യുഗങ്ങളുമായി താരതമ്യം ഇല്ലാ ഖലീൽ, തുച്ഛമാണോ തുച്ഛം, അതിനോട് നമുക്ക് പുച്ഛമാണോ പുച്ഛം എന്നാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മണ്ണിലേക്ക് ഒട്ടിയിറങ്ങുക, ഇല്ലാ തൻഫിറു, ഇനി നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുന്നില്ല എങ്കിൽ യുഅദ്ദിബുകും അദാബൻ അലീമ, കഠിനമായി അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. ഇസ്ലാമിക രാജ്യത്തെ, ഇസ്ലാമിന്റെ പൈതൃകത്തെ ഇല്ലാതെ ശ്രമിക്കുന്ന ശത്രുവിന് എതിരെ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല, പോരാടാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ശത്രു തോൽവി സമ്മതിച്ചു കൊണ്ടിരിക്കെ തീർപ്പാക്കാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾ വെടിനിർത്തും, എന്നിട്ട് ഇസ്രായേൽ വീണ്ടും ഇതേ കളി കളിക്കും. നിവൃത്തിയില്ലാതെ ശ്വാസം മുട്ടുമ്പോൾ ഹമാസോ ഖുദ്സ് ബ്രിഗേഡോ പിന്നെയും ആക്രമണം നടത്തും, ഒക്ടോബർ പോലെ. അപ്പൊ നിങ്ങളൊക്കെ കൂടി പിന്നെയും വെടിനിർത്തും. ഇതിൽ തീരുമാനമാക്കില്ല, നിങ്ങൾ തീരുമാനമാക്കടോ എന്നാണ് ഈ പറയുന്നത്. തീരുമാനമാക്കി ആ ജനത ജീവിക്കട്ടെ മാന്യമായിട്ട്. ലോകം അവർക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ തീരുമാനമാകുമായിരുന്നു. അതുകൊണ്ട് ഈ ഇനിയും നിങ്ങൾ ഇറങ്ങുന്നില്ല എങ്കിൽ അലീമ, കഠിനമായ ശിക്ഷ അല്ലാഹു നിങ്ങൾ ശിക്ഷിക്കും. നിങ്ങളല്ലാത്തൊരു കൂട്ടരെ അല്ലാഹു കൊണ്ടുവരും. അപ്പൊ ഹറമിന്റെ കാവൽക്കാരൻ നിങ്ങളാവില്ല ഇസ്ലാമിന്റെ ആളുകൾ. അതിന് പറ്റിയൊരു കൂട്ടരെ അല്ലാഹു വേറെ നിങ്ങളല്ലാത്തൊരു കൂട്ടരെ അല്ലാഹു കൊണ്ടുവരും മണ്ണിൽ. നിങ്ങൾക്ക് അല്ലാഹുവിനെ ഒട്ടുപദ്രവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്.
എത്ര കൃത്യമായ വർത്തമാനമാണ്. സൂറ തൗബയിലെ 30 വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതുകൊണ്ട് ക്ഷേമ അവസരത്തിലും ക്ഷാമ അവസരത്തിലും, യുദ്ധസന്ന ഉള്ളപ്പോഴും അതില്ലാത്തപ്പോഴും നിങ്ങൾ പുറപ്പെടുന്ന യുദ്ധത്തിന് വേണ്ടി നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങളുടെ മക്കളെ കൊണ്ടും, നിങ്ങളുടെ ധനം കൊണ്ടും, നിങ്ങളുടെ അധികാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് മൂളയുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം. അതുകൊണ്ട് പോരാട്ട രംഗം വിട്ട് സുഖലോലുടെ ആലസ്യത്തിൽ ഇരുന്നിട്ട് ആ മരുപ്പറമ്പിൽ മരിച്ചു വിടുന്ന 20,000 മനുഷ്യരെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടും ഈ ക്രൂരത തുറന്നുകൊണ്ടിരിക്കെ, ശത്രു പരാജയത്തിന്റെ കയ്പ് നീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ഇടപെടാൻ നിങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളും നേരെ ചൊവ്വേ ജീവിക്കില്ല. മണ്ണിൽ തമ്പുരാൻ സമ്മതിക്കില്ല. നിങ്ങളെ തുരത്തി വേറൊരു കൂട്ടർ അള്ളാഹു കൊണ്ടുവരും. അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമേ അല്ല. നിങ്ങൾ വേണം ഇസ്ലാം, അള്ളാഹ്ക്ക് നിർബന്ധമില്ല. ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ നിലകൊള്ളുന്ന മാനവികതയെ സ്നേഹിക്കുന്ന, നേരിനെ ധർമ്മത്തെ സ്നേഹിക്കുന്ന, നീതിയെ സ്നേഹിക്കുന്ന, ഹിംസയെ വെറുക്കുന്ന നല്ലൊരു വിഭാഗത്തെ മണ്ണിൽ അള്ളാഹു സ്ഥാപിക്കും. അവർ അക്രമികളെ കൈപിടിക്കും. ഇത് സംഭവിക്കുന്ന ഖുർആൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് യുദ്ധത്തിന്റെ ആയാത്തുകൾ ഖുർആനിലുണ്ടോ, അതിന്റെ തഫ്സീറാണ് ഗസ്സ. അതിലെ ഓരോ ആയത്തിന്റെ വിശദീകരണമാണ് ഇപ്പോഴത്തെ ഗസ്സയും ചുറ്റുപാടുള്ള പ്രദേശങ്ങളും, നമ്മൾ ഉൾപ്പെടെ. അതുകൊണ്ട് അറിയണം, ഈ പോരാട്ടത്തെ അങ്ങനെ കൊഞ്ഞനം കുത്തിക്കൂടാ. അതുകൊണ്ട് ചുഴലിദീനം പിടിച്ചവരും അതുപോലെ തന്നെ കുറുക്കളക്കം വളകുന്നവരും ഭ്രാന്തിന് ചികിത്സ എന്ന് പറയുന്ന വർത്തമാനത്തിനപ്പുറത്ത് വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കണം. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ നമ്മുടെ സ്വന്തം സഹോദരന്മാരുടെ ഐക്യപ്പെട്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അക്രമികളുടെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിലിസ്തീനിലെ സഹോദരന്മാരെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവിടെ നാശം കൊതിക്കുന്നവരെ തമ്പുരാൻ തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ, ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ എതിരാളികൾ മുസ്ലിം സമൂഹത്തിൻ്റെ നാശം കൊതിക്കുന്നു എങ്കിൽ അവിടെ നിലനിൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധിയിലാക്കി കൊടുക്കുമാറാവട്ടെ. ഫിലിസ്തീനിലെ സഹോദരന്മാർ ഉൾപ്പെടെ ലോക മുസ്ലിം സഹോദരന്മാരുടെ നാശം കൊതിക്കുന്ന ശത്രുക്കളുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فتك شملهم وفرق جمعهم ومزقهم كل ممزق يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك.